ഞങ്ങൾ ഇന്ന് ബാലിയിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസമായി. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. ബഫയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ചേട്ടൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ആയിരിക്കും ഞങ്ങൾ പോകുന്നത്. അതിന് മുന്നേ ഉള്ള ചെറിയ നമ്മുടെ ഈ റിസോർട്ടിൽ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. ഇത് ചേട്ടനെ കാണാം. ഇതാണ് നമ്മുടെ ചേട്ടൻ സ്പൾബറേറ്റ്. ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് വിസിറ്റ് മങ്കി ഫോറസ്റ്റിലാണ്. മങ്കി ഫോറസ്റ്റിൽ ഞങ്ങളെ ചേട്ടൻ ഡ്രോപ്പ് ചെയ്തു. ചേട്ടനാണ് എൻട്രിയും കാര്യങ്ങളും ഒക്കെ പാസ്സൊക്കെ കൊടുത്ത് ഞങ്ങളകത്ത് കയറ്റി വിട്ടിട്ടുണ്ട്. വൈഫൈ അവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്തു, കാരണം തിരിച്ചു വരുമ്പോഴത്തേക്കും ചേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കാണുന്നത് നമ്മൾ കുറേ കുരങ്ങന്മാരെയാണ്. തപ്പുമായിരിക്കും. ഫ്രഞ്ച് കിസ് അടിച്ച് ടോസ്റ്റാണ്. എന്തത് ടെമ്പിളോ? ഇതിനോടകം തന്നെ ഞങ്ങൾ ആക്ച്വലി മൊത്തത്തിൽ വേർത്ത് കുളിച്ച് ഒരു അവസ്ഥയായി. നല്ല ചൂടുണ്ടായിരുന്നു കാലാവസ്ഥ. അവിടെ ഭക്ഷണമാണ്. ഹായ് കൊടുക്കൂ. ഹായ്. ജീവിരുന്നു അടുത്ത സാധനം. ബസ്സിന്റെ പേരെന്താ? കൂട്ടാട്ടോ രണ്ടുപേരും കൂടി ഫീഡ് ചെയ്യുന്ന ആളാണ്. വിശക്കുമ്പോ അങ്ങോട്ട് ചെല്ലായിരിക്കും. ഫീഡ് ചെയ്യുകയും ചെയ്യുന്നു. വേർക്കുന്നുണ്ട്. ഇവിടെ ചാടാൻ പറ്റില്ല. നടന്ന് തളർന്ന് പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ വിയർത്ത് കുളിച്ച് നടക്കുകയാണ്. There is lots of കുരങ്ങന്മാർ here, including us. എല്ലാ അപ്പന്മാരാട്ടോ ഓൾമോസ്റ്റ്. കാണാതെ പോയെന്ന് തോന്നുന്നു. Oh my God.
എങ്ങനെയാ അപ്പോൾ മങ്കി ഫോറസ്റ്റ് ഒക്കെ വിടുകയാണ്. നടന്ന് പരിതാപകരമായി തിരിച്ചു പോവുകയാണ്. Yeah, it's fine. Thank you. Good. Mayor yo. Ikaw ka. Yo. Sorry, sige. അടുത്ത് നമ്മൾ പോകുന്നത് ഉബദ് പാലസിലേക്കും ഉബദ് മാർക്കറ്റിലേക്കുമാണ്. ഫസ്റ്റ് നമ്മൾ ഉബദ് പാലസിലേക്കാണ് പോകുന്നത്. നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ചെറിയൊരു പാലസാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് കാണാനില്ല. ആക്ച്വലി നല്ലൊരു ടൂറിസ്റ്റ് വിസിറ്റിന് പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മൊത്തത്തിൽ കണ്ടിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനി പോകുന്നത് നമ്മുടെ മാർക്കറ്റിലേക്ക്. ഇവിടെ കുറച്ചും കൂടെ ഫേമസ് ആണ് ഉബദിലെ ഇവിടുത്തെ ഈ മാർക്കറ്റ്. എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കും എന്നാണ് നമ്മുടെ ഏക്കാ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിച്ചു വെച്ചോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ചേട്ടൻ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ നിന്നാണ് ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി അവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. നിറയെ ഈ പ്രതിമകളും അതുപോലെ അവരുടെ തന്നെ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മളുടെ ദിറംസിലേക്കും അതുപോലെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസ് മാത്രമാണ് അവർ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ അവർക്ക് വലിയ എമൗണ്ടുകളാണ് ഇവിടെ ടൂറിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന എമൗണ്ട്. നമ്മൾ കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റേറ്റ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ പറ്റും ഇവിടെ നിന്ന്. ഇവിടെ വന്നപ്പോഴത്തേക്കും ജയിച്ചന് ഇവിടെ നിന്നൊരു സിഗർ വലിക്കണമെന്നൊക്കെ തോന്നി. അപ്പോൾ ഇന്തോനേഷ്യൻ സിഗരറ്റല്ല സിഗാറും അതുപോലെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആമയുടെ ഒരു പ്രതിമയും ദെൻ അതുപോലെ തന്നെ ഒരു നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മാഗ്നറ്റും കൂടിയൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ നല്ലതായിട്ട് ബാർഗെയിൻ ചെയ്തൊക്കെയാണ് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി. ഇവിടുത്തെ ഒരു കൾച്ചർ, രാവിലെ എല്ലാ ഷോപ്പിന്റെ ഫ്രണ്ടിലും ഒരു പ്രാർത്ഥന ഉണ്ടാവും. പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇതുപോലെ ഇല കോട്ടി അതിനകത്ത് പൂവും ശാമ്പ്രാണിത്തിരിയും എല്ലാം വെച്ചിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് അവിടെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കാറുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട്. നമ്മൾ ഇനി നേരെ പോകുന്നത് പെയിന്റിങ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പെയിന്റിങ്സ് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നെത്തിയത്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ചേട്ടൻ അവിടെ വരയ്ക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ആർട്ടിസ്റ്റാട്ടോ. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയായിട്ടാണ് പുള്ളി വരച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. നമുക്ക് അകത്തേക്ക് പെർമിഷൻ ഇല്ല ഇവിടെ ക്യാമറ എടുക്കാനൊന്നും. സോ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പിക്ചർ തന്നെ കാണാൻ അവർ വരച്ചു വെച്ചേക്കുന്നതും പെയിൻറ് ചെയ്തേക്കുന്നതും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാനതിനെ കുറച്ചും കൂടി സൂം ചെയ്യുമ്പോൾ കണ്ടോ, അവരവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ കളറിങ്ങും ഭയങ്കര നാച്ചുറലോ അല്ലെങ്കിൽ റിയലൊക്കെ ആയിട്ടുള്ള ഫീലാണ് നമുക്ക് കിട്ടുന്നത്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചു, നല്ല റെസ്റ്റോറൻറ്റ് കണ്ടാൽ നടത്തിക്കോ, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് നല്ല അറിയാവുന്നുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്കാണ് നമ്മളുടെ അടുത്ത യാത്ര. ഇതാണ് ബെബേക് ജോണി റെസ്റ്റോറൻറ്റ്. ഡക്കിൻ്റെ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അത് കാണാനും ഉണ്ട് കേട്ടോ. കാരണം അകത്തുള്ള ഫുള്ളി ആംബിയൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡക്കാണ്. ഒരു ചുറ്റും പാഡി ഫീൽഡാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നേച്ചർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ വളരെ മനോഹരമാണ് കാണാൻ. നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു റിസോർട്ടൊക്കെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി അത് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലമൊക്കെ കിട്ടി. ഞങ്ങൾ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ചു. ജയിച്ചൻ അങ്ങനെ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ഫുഡ് കഴിക്കാമെന്നുള്ള. അപ്പോഴേക്കും ചെറിയൊരു മഴയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ചാറ്റൽ മഴ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള സന്തോഷത്തിലാണ്. ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. ഞാൻ നാസി ഗൊരങ്ങാണ് ഓർഡർ ചെയ്തത്. നാസി ഗൊരങ്ങ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഫ്രൈഡ് റൈസാണ് കുട്ടികളെ. ഫ്രൈഡ് റൈസാണ്. അച്ഛൻ ഒരു ഡക്കൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഈ നാസി ഗൊരങ്ങിൻ്റെ കൂടെ ഡക്കിൻ്റെ കബാബും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ ഉണ്ട് അവർ കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും അതൊക്കെ കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു ആക്ച്വലി അതിൻ്റെ ടേസ്റ്റ്. തുടങ്ങി മോഹം പെയ്തു തുടങ്ങി മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഞങ്ങളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് കിണ്ടാമണി കാണാനാണ്. നമ്മുടെ വോൾക്കാനോ കിണ്ടാമണി പോകുന്നു. അതെ, ഇത് വേറൊന്നുമല്ല, ഓപ്പൺ വോൾക്കാനോ ആണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ വെതറൊക്കെ മാറിയിട്ട് ഒരു ചെറിയൊരു തണുപ്പും ചെറിയൊരു ചൂടും ഒരു മൊത്തത്തിലുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മൊത്തം മേഘമെല്ലാം അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. വിസിബിൾ അല്ല കംപ്ലീറ്റ്ലി, പക്ഷേ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം വളരെ മനോഹരമാണ് നമുക്കിപ്പോൾ കാണാനായി. അത് അല്ല, കുറച്ച് ലാവയുടെ ഒരു സ്മോക്ക് അവിടുന്ന് വന്നപ്പോ കണ്ടായിരുന്നു, കണ്ടില്ലേ? എല്ലാം കൂടെ തണുപ്പും ചൂടും കൂടി എല്ലാം മിക്സ് ചെയ്തൊരു വരും അല്ലേ? ഞങ്ങളിവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. അടുത്ത് ഞങ്ങൾ സ്വിങ്ങിലേക്കാണ് പോകുന്നത്. അല്ലാസ് ഹാറും സ്വിങ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു സ്വിങ്ങാണ്. അതെ, ഞങ്ങളവിടെ എത്തി. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള സ്വിങ്ങിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കാജേട്ടൻ നിന്നിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളവിടെ കുഞ്ഞനാണ് പോവുകയാണ്.
മറ്റുള്ളവരുടെ വ്ളോഗിലൊക്കെയാണ് ഞാൻ ഈ ഡെസ്റ്റിനേഷൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം നേരിട്ട് കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ. ഇത് പാഡി ടെറസാണ് കാണുന്നത്. വളരെ ക്രിയേറ്റീവായിട്ടാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ക്യാഷ് കൊടുത്ത് ഡ്രസ്സ് വാങ്ങേണ്ടതുണ്ട്. ആ ഡ്രസ്സ് ധരിച്ചു മാത്രമേ നമ്മൾ സ്വിങ്ങിലേക്ക് സ്വിങ് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് പൊതുവേ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പേടിയാണ്. പക്ഷേ ജയിച്ചന് ഇത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ടും എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് കയറി. പേടി വരുമ്പോൾ ചിരിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? ഈ പേടി വന്ന് ചിരിക്കുന്നതാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ ആഗ്രഹമായ ഊഞ്ഞാലാട്ടവും കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹത്തെ കണ്ടോ? ഇദ്ദേഹമാണ് ലുവാക്. സിവറ്റ് എന്നും വിളിക്കാറുണ്ട്. ഇദ്ദേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി മേക്കർ. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കുറച്ച് ടയേർഡാണെങ്കിലും കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും മനസ്സിന് കുറച്ചൊക്കെ റിഫ്രഷ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്കും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പുതിയ പുതിയ സ്ഥലങ്ങളുടെ വിശേഷങ്ങളുമായി നാളെയാണ് വരുന്നത് ഞങ്ങൾ. ബാലിയുടെ 3rd ഡേ പ്രോഗ്രാംസ്. സോ അതുവരെ see you, take care, bye bye.